ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മുതൽ കുറെ ആൾക്കാർ അയച്ചു തരുന്ന ഒരു വീഡിയോ ഉണ്ട്. ചേട്ടാ, അനുമോളുടെ ഫാനിനെ കിട്ടി എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. വീഡിയോ ഇങ്ങോട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവൾ അനുമോളുടെ ഫാൻ തന്നെ. ഞാൻ ആദ്യം ആ വീഡിയോ ഒന്ന് വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്. നിങ്ങൾ പറയും അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളത്. തള്ളേ മോളും കൂടെ ഇറങ്ങിയേക്കാണ്. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്തേക്കാൾ മോശം. ആ ഒരു സെറ്റപ്പാ. ഇപ്പുറത്തൊട്ടിപ്പുറത്ത് തന്നെയാണ് മോള്. ഇത് ബിമൽ ബിനു എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്ന പെൺകുട്ടിക്ക് എത്ര പ്രായമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത്രയും ചെറിയ ഒരു സദാചാരവാദിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ല, സൗകര്യമില്ല. എനിക്ക് ഇതാണ് നമ്മുടെ നടി. ഭയങ്കര ഡയലോഗാ. ബാക്കിയാണ് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ, വീടിന്റെ വഴിയിൽ എന്തിനു റോഡില് പാർക്ക് ചെയ്തിട്ടതാണ്. ഈ പെണ്ണനകത്തോ എത്തി നോക്കിയിട്ട് നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു, കുട്ടി കൊള്ളാം എന്താണെങ്കിലും കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റൽ വണ്ടി കണ്ട കൃത്യമായിട്ട് മനസ്സിലാവും. വണ്ടി കണ്ട റോഡിലാണ് കിടക്കണത്. അതിനകത്തോട്ട് പോയി എത്തി നോക്കിയിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഉള്ള കൊള്ളാലോ. പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ ഇത് എന്റെ റൈറ്റാ, എന്താ കാര്യം, അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ടോ? ഇതാണോ പേഴ്സണലായിട്ട്? രണ്ട് സ്പീക്കറും കൂടെ തെങ്ങിന്റെ മേളിൽ കെട്ടി അതിനകത്തൊരു മൈക്ക് കൂടെ ഘടിപ്പിച്ചിട്ട് അങ്ങ് വിളിച്ചു പറയുന്നതായിരിക്കും ഇതിനേക്കാളും നല്ലത്. അല്ല, നിന്റെ അടുത്ത് പേഴ്സണലായിട്ട് പറയാൻ വേണ്ടിട്ട് അവരാരാണ് നിന്റത്? പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ? ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഞാൻ പറയുന്നത് ഞാൻ കണ്ടു മോനെ. എന്റെ പൊന്നെ, ഇവിടെ അനുമോൾ ഫാൻ തന്നെ ഉറപ്പിച്ച്. ഞാൻ കണ്ടതിൽ ഉറച്ചു നിൽക്കുകയാണ്. കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിലെ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. കുട്ടിയുടെ മര്യാദ കണ്ട കാര്യം ഓപ്പണായിട്ട് പറയാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. പക്ഷെ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി സദാചാരിയാണെന്ന് തോന്നുന്നു ഞാൻ ഈ കാണുന്നത്. ഇവർക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. അധികം പ്രായമില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തിന്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്തോ. ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഒരാണും പെണ്ണും പുതപ്പിനടിയിൽ ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ചെയ്തു. കറക്റ്റ് ഡയലോഗ്. ഈ സെയിം സാധനം തന്നെയല്ലേ അവിടെ അടിച്ചത്. ഒരാണും പെണ്ണും ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ചെയ്തു. ഞാൻ വിചാരിച്ചതേ ഇത്തിരി സദാചാര ബോധമൊക്കെ ഉള്ളത് ഇച്ചിരി പഴയ ജനറേഷൻ ആൾക്കാർക്കാണെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു 19 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം തട്ടിപ്പോവല്ലോ. കാണുന്ന ആൾക്കാർക്ക് അത്രയും പ്രായം ഉണ്ടെങ്കിൽ എന്നെയൊന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സദാചാരവാദികൾ ഒരു ഹയർ മെജോറിറ്റിയും ഇല്ലാതാകുമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചത്. പക്ഷെ അങ്ങനൊന്നും തീരൂല്ലെന്ന് ഇപ്പം ഈ കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി. എന്തിനങ്ങോട്ട് മാറണം? അമ്മയാള് കൊള്ളാം. നിനക്ക് ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിക്കട. എന്റെ പൊന്നെ, അവര് പറഞ്ഞ് വേറൊരു ലെവലിലോട്ട് പോവാണ്. ആ പയ്യന് അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അവരെന്തോ തലയിറക്കോ തലവേദന എന്തോ വന്നപ്പോഴത്തേക്ക് കാറ് സൈഡാക്കിയിട്ട് ഭാര്യയുടെ തൊഴിലെന്തോ ചാരി കിടന്നതാ. ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. അതിനകത്ത് വന്ന് എത്തി നോക്കിയിട്ട് അവളവിടെ സദാചാരം കളിക്കുകയാണ്. എന്റെ ദൈവം, ഇവനൊക്കെ എന്താ പറയാ. അങ്ങോട്ട് മാറണം. നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറഞ്ഞത് ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. അത് പറയൂല. കൊച്ചിന്റെ അഭിമാനം അതിനെ അനുവദിക്കുന്നില്ല. വേണമെങ്കിൽ ഡെമോ ചെയ്ത് കാണിക്കാം കേട്ടോ. ഒരു പുതപ്പെടുത്ത് ഡെമോ ചെയ്ത് കാണിക്കാൻ ചിലപ്പോ തയ്യാറാവും. എടുക്കുന്നതിന്റെ തരിപ്പ് മാസ് എന്നാ വേണം. ഇപ്പൊ വേണമെങ്കിൽ സമയം നോക്കിക്കോ.
OPT സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ പകുതി റോഡിലാണ് നടക്കുന്നത്, റുവാക്കി റോഡ് സൈഡിലും. അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. വണ്ടി വിട്ടേക്കും. ഇല്ല വണ്ടി വിട്ടേക്കും. അവള് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ, അടുത്ത ആളെ വിളിക്കട്ടെ. പെങ്കൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത പക്ഷം വണ്ടി വിട്ടേക്കും. എല്ലാം എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ. ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും, എന്നെ അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കും, ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടിയാന്നുള്ളത് വിചാരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഭാര്യയും ഭർത്താവിനും പോലും പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണല്ലോ ദൈവമേ. ഇനിയിപ്പോ നെറ്റിക്ക് ടാറ്റു പിടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുമോ? ഈ വീഡിയോ അടി വന്ന ഒരു കമന്റ് ആണ്, നമ്മുടെ ഫുക്രു ഇട്ട കമന്റ് ആണ് കേട്ടോ. അനുമോൾ ഫാൻസ് ആയിരിക്കും. അതിന്റെ അടിയിൽ ലൈക്ക് നോക്കി 27,595 ലൈക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിനുള്ളത്. 2 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കമന്റ് ഇത്രയും ലൈക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ട പയ്യൻ കുറച്ചു നേരം മുമ്പ് ഇട്ട ഒരു സ്റ്റോറിയാണ്. ലാസ്റ്റ് ഇട്ട വീഡിയോയുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നിരുന്നു. ഞങ്ങളുടെ സ്വകാര്യതയിൽ കടന്നു കയറി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ആളുടെ വീഡിയോ എടുത്തത് ഡിലീറ്റ് ചെയ്യണം എന്നാണ് ആവശ്യം. എന്റെ ഭാര്യയും പെണ്ണാണ്. ആളെ വിളിച്ചു കൂട്ടി ആക്രമിക്കുന്നതിന് മുൻപ് അതും ചിന്തിക്കാമായിരുന്നു പരാതിക്കാരിക്ക്. യാതൊരു കാരണവശാലും വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എന്റെ തീരുമാനം. അടിപൊളി, അങ്ങനെ തന്നെ വേണം. ഞങ്ങൾക്കുണ്ടായ മാനനഷ്ടത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുത്. അത്ര അഹങ്കാരം പാടില്ലല്ലോ. തോന്നിയ ദിവസം കാണിക്കുന്നു. ബിഗ് ബോസിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മള് ബിഗ് ബോസിന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഒരു റിയൽ എക്സാമ്പിൾ ആണ് ഇപ്പൊ പുറത്ത് കണ്ടത്. അതുകൊണ്ട് എടുത്ത് വെച്ചു എന്ന് മാത്രം. ഇപ്പോഴും ഈ ജനറേഷനിൽ ഇങ്ങനെയുള്ള പിള്ളേരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു മനുഷ്യനും മറ്റൊരാളുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഈ വീഡിയോയിൽ ഈ പെൺകുട്ടി വലിയ എന്തോ അപരാധം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം എല്ലാം കാട്ടിക്കൂട്ടുന്നത്. കണ്ടു മോനെ കണ്ട് നൈസായിട്ട് വന്ന് ഒളിഞ്ഞു നോക്കിയിട്ടെ തോന്നിയ ദിവസം പറഞ്ഞ ഒരു മര്യാദ ഇല്ലേ, അതിന് കൂട്ടുപിടിക്കാൻ അതിന്റെ തള്ളയും. ഇങ്ങനെയുള്ള കുറെ അമ്മാവന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു വർഷം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ തന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കുൽസിത പരിപാടിയിൽ ഏർപ്പെടുവാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് പ്രതികരിക്കാം. അത് അവരുടെ ന്യായമാണെന്ന് പറയാം. ഇതല്ല, അവരുടെ വീട് അങ്ങ് താഴെയാണ് കിടക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഒരുപാട് മാറി ആ റോഡിലാണ് അവർ നിൽക്കുന്നത്. ഈ പെണ്ണ് പറയുന്ന പോലെ യാതൊരു പരിപാടിയും അവിടെ നടന്നിട്ടില്ല. കാരണം അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവര് നട റോഡി വെച്ചിട്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഏർപ്പെടുമെന്ന് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നമ്മൾ. കാര്യം വീട്ടിലോട്ടല്ലേ പോണേ. അപ്പൊ പിന്നെ ഇവളീ കണ്ടു എന്ന് പറയുന്നത് എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും നമുക്ക് ബാക്കി ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം ഗൈസ്. കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ്സ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്ന് ലാലേട്ടൻ ഇടാൻ പോകുന്ന ഷർട്ടാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂക്കായ്ക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ലാലേട്ടന്റെ ആ ഒരു ഷർട്ട്. ഇങ്ങനെ അതിന്റെ വീഡിയോ നോക്കാം. ഇതിനകത്ത് മമ്മൂക്കാടെ പടങ്ങൾ ഒക്കെ വെച്ചിട്ട് ഉള്ള ഷർട്ടാണ്. ഇന്നലെ തന്നെ ഞാനിത് നോട്ടീസ് ചെയ്തായിരുന്നു. പുള്ളിയുടെ നെഞ്ചത്ത് ഈ ഒരു പടങ്ങൾ. പഴയ മമ്മൂക്ക. ഇത് ഏത് സിനിമയിലാണ്? ഏതോ സിനിമയിലെ മമ്മൂക്ക. ഇത് ലാലേട്ടനും മമ്മൂക്കായും കൂടെ നിൽക്കുന്ന പഴയ ഒരു പിക്ക്. ഇത് കുറെ നാൾക്ക് മുമ്പ് ഇറങ്ങിയ മമ്മൂക്കാടെ ഒരു ഭയങ്കര വൈറലായ ഒരു പിക്ക് ഉണ്ടല്ലോ, അതാണിത്. പ്രിയപ്പെട്ട മമ്മൂക്ക, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ദിനാശംസകൾ. അപ്പൊ ഇതായിരുന്നു ആ ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ പിറന്നാൾ ആശംസകൾ മമ്മൂക്ക. രാവിലെ തന്നെ മമ്മൂക്കയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഭയങ്കര ജനത്തിരക്കായിരുന്നു. പുള്ളി എന്തായാലും വീട്ടിലില്ല, ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് ചെന്നതാണ്. പിന്നെ ഇന്നത്തെ പ്രൊമോ മസ്താനിയെ പൊരിക്കുന്ന പ്രൊമോ ആണ് കേട്ടോ. വലിയ പൊരിപ്പൊന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള ഒരു പൊരിപ്പ്. കണ്ടിട്ട് അത്ര പൊരിപ്പുണ്ടെന്ന് തോന്നുന്നൊന്നുമില്ല. ഇന്നലത്തെ അത്രയൊന്നുമില്ല. മസ്താനിയെ വിളിച്ചിട്ട് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് എത്ര വട്ടം പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യം എന്ന് പറയുന്നുണ്ട്. റെനയുടെ ഫാമിലിയുടെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, അനുമോളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്തിട്ടുണ്ട്, പിന്നെ അനീഷിന്റെ ഡിവോഴ്സിന്റെ കാര്യം എടുത്തിട്ടുണ്ട്. ഇല്ല, സിനിമയ്ക്ക് അത് പറയുന്നതിന്റെ തൊട്ട് ബിഗ് ബോസിനകത്ത് കയറിയിട്ട് എന്തൊക്കെ തൊട്ടിക്കളി കളിക്കാവോ ആ കളികളെല്ലാം മസ്താനി കളിച്ചിട്ട് എന്തോ ശിക്ഷ ഒക്കെ കൊടുക്കുമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതിനേക്കാളും വലിയ തെറ്റ് ഇന്നലെ അനുമോള് ചെയ്തിട്ട് അനുമോൾക്ക് കൊടുക്കാത്ത ശിക്ഷ എന്തിനാണ് മസ്താനിക്ക് കൊടുക്കുന്നത് എനിക്കിട്ട് മനസ്സിലാവുന്നില്ല. ലാലേട്ടൻ തന്നെ വന്ന് ഇന്നലെ പറഞ്ഞ് അനുമോള് കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ 100-300 ക്രൂ മെമ്പേഴ്സ് 5-6 മണിക്കൂർ സിസ്റ്റത്തിന്റെ മുന്നിലിരുന്ന് അതെല്ലാം ചെക്ക് ചെയ്തു. അന്നേരം നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറയും. ഞാൻ വളരെ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും നേരത്തെ ആ ഒരു ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5-6 മണിക്കൂർ മതിയാകുമോ? അതോ നിങ്ങൾ നോക്കിയില്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ നൈറ്റിൽ ആ ഉറങ്ങുന്ന സമയം ചിലപ്പോൾ ഒരു 6 മണിക്കൂർ ഉണ്ടെന്ന് കൂട്ടുക. 6 മണിക്കൂർ ഉറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പം 6 മണിക്കൂർ ഉറങ്ങിയെങ്കിൽ അത് ഒരു ക്യാമറ മാത്രമല്ലല്ലോ, അതിനകത്ത് എത്ര ക്യാമറ ഇരിപ്പുണ്ട്. അത്രയും ക്യാമറയിലും ആ 6 മണിക്കൂർ നോക്കണ്ടേ? അപ്പോൾ 6 മണിക്കൂർ മതിയാവോ ആ ഒരു ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോ നിങ്ങൾ മനഃപൂർവ്വം
നോക്കാഞ്ഞതാണോ എന്നുള്ള ഒരു ചോദ്യവും അതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയൊരു അലിഗേഷൻ അനുമോള് ജിസേലിന്റെ മുകളിൽ പറഞ്ഞിട്ടും അനുമോൾക്ക് മാത്രം അവിടെ ഒരു ശിക്ഷ കൊടുത്തില്ല. ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വിക്ടിമായിട്ടുള്ള ജിസേലിനും ആര്യനും അടക്കമാണ് ആ ശിക്ഷ കൊടുത്തേക്കുന്നത്. എല്ലാവരുടെയും കൂട്ടത്തിൽ അനുമോൾക്കും ശിക്ഷ, അല്ലാതെ അനുമോൾക്ക് മാത്രമായിട്ടൊരു ശിക്ഷ കൊടുത്തിട്ടില്ല. സോ ബിഗ് ബോസ് ലാലേട്ടനും ഇന്നലെ ആ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് സത്യമാണ്, നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അത് പല രീതിയിൽ നിങ്ങൾക്ക് സാധിക്കാമായിരുന്നു. അനുമോള് പറഞ്ഞ ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ അനുമോളെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് ഏത് ഡേറ്റ് ആണ് ഏത് സമയത്താണ് എന്ന് കണ്ടത് വെച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് ആ സമയത്തെ ഫൂട്ടേജ് അറ്റ്ലീസ്റ്റ് പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. അതും പോരെങ്കിൽ ഇവിടെ ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൂട്ടേജ് ഉണ്ടല്ലോ, ആ ഫൂട്ടേജ് എടുത്താൽ മതിയായിരുന്നു. ആ ഫൂട്ടേജും അതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ എടുത്താൽ മതിയായിരുന്നു. ഈ പറയുന്ന കാര്യം അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നോക്കിയാൽ മതിയായിരുന്നു. സോ ഏത് തരത്തിലാണെങ്കിലും അനുമോള് പറഞ്ഞ ആ ഒരു കാര്യത്തെ ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ബിഗ് ബോസിന് സാധിച്ചില്ല. ലാലേട്ടൻ വന്ന് വായാൽ പറഞ്ഞിട്ട് അങ്ങ് വിട്ടതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അനുമോൾക്ക് ഇത്ര സപ്പോർട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ പ്രൊമോ നോക്കുമ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ച മസ്താനിക്ക് എന്തോ പണിഷ്മെന്റ് കൊടുക്കുന്നു പറയുന്നു. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത് അനുമോൾക്ക് ഒരു തരത്തിലുള്ള പണിഷ്മെന്റും കൊടുക്കുന്നില്ല. അപ്പൊ ആളുകള് ഉള്ളിൽ തോന്നും, ഓട്ടോമാറ്റിക്കലി തോന്നും അനുമോള് പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. അല്ലേ? മാത്രമല്ല അനുമോള് പറഞ്ഞതിനകത്ത് അനുമോള് 100% ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതും പോരാഞ്ഞിട്ട് ഈ ഒരു ചീത്തപ്പേര് ജിസേലിന്റെയും ആര്യന്റെയും തലയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അവര് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹയർ മെജോറിറ്റി ഓഫ് ആളുകളും ഇപ്പോഴും വിചാരിക്കുന്നത് അതിന്റെ അകത്ത് ഇങ്ങനൊരു പരിപാടി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് ടീം ജിസേലിനോടും ആര്യനോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണത്. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അനുമോൾക്കോ അല്ലെങ്കിൽ ജിസേലിനോ ആര്യനോ വന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഒരേ ഒരു രീതി മാത്രം, ക്യാമറ നോക്കിയിട്ട് മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഏതെങ്കിലും ഒരു ക്യാമറയിൽ, അവിടെ എത്രയോ ക്യാമറ ഉണ്ട്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമറ എന്തായാലും കിട്ടാതിരിക്കത്തില്ല. കാര്യം ആ ഒരു റൂമിലെ എല്ലാ കോർണേഴ്സും ഏതെങ്കിലും ഒരു ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ പെടും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടും അവിടെ കാണത്തില്ല. നിങ്ങൾ ആ രീതിയിലായിരിക്കും ഓരോ ക്യാമറ തന്നെ സെറ്റ് ചെയ്യുന്നത്. അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഈ ഷോ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഒരു തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ടും ഇല്ലാത്ത രീതിയിലായിരിക്കണം ആ ഒരു ക്യാമറകൾ അവിടെ പ്ലേസ് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്യാമറയിൽ കിട്ടിയില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ അനുമോള് പറഞ്ഞ ഒരു കാര്യം, അനുമോള് ചുറ്റും നോക്കി അന്നേരം ഒരു ക്യാമറ പോലും ഈ ഒരു കാര്യം കണ്ടിട്ടില്ല എന്ന് അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്യാമറയുടെ ലെൻസ് നോക്കിയാൽ അത് ഇതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പാതിരാത്രിയിൽ അനുമോള് കണ്ടുപിടിക്കാനുള്ള അത്രയ്ക്കുള്ള കാഴ്ചശക്തിയും ബുദ്ധിയും അനുമോൾ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഫെയിൽ ആയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഈ ഒരു കാര്യം കാരണം അനുമോൾക്ക് ഒന്നും കൂടെ സപ്പോർട്ട് കൂടി. എന്നിട്ട് കുറെ പേര് ഇന്ന് കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, അനുമോള് പറഞ്ഞത് 100% ശരിയാണ്, അതുകൊണ്ടാണ് അനുമോള് കല്ല് പോലെ അവിടെ ഉറച്ചു നിൽക്കുന്നത്, കരയെ പോലും ചെയ്യാതെ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണെന്നാണ് കുറെ ആൾക്കാർ വന്ന് കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അനുമോള് അവിടെ ഒരു സോറി പറയുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാന്ന് അഡ്മിറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അനുമോൾ ഇല്ല, പിന്നെ അനുമോള് തീർന്നു. ഈ പ്രേക്ഷകർ കംപ്ലീറ്റ് അനുമോളെ കല്ലെറിയും. അനുമോൾ ഈ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രേക്ഷകർ തന്നെ കാർക്കിച്ചു വെക്കും, കള്ളി എന്ന് മുദ്ര കുത്തും. ജിസേലിന് പറഞ്ഞ വാക്കും പ്രകാരം ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടായതിന്റെ പേരിൽ അനുമോൾ അതിനകത്ത് ഉറച്ചു നിന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ പ്രൂവ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ അതാണ് ഗൈസ്, നമ്മുടെ ഇന്നലെ എവിക്റ്റ് ആയിട്ടുള്ള രേണുവും അപ്പാനിയൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ ഒരു വീഡിയോ ഞാൻ വെക്കാം. നെഗറ്റീവ് പറഞ്ഞവരോട് ഒരു മറുപടിയായിട്ട് ഒരു ദിവസം ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചു കയറ്റണം, ആ വീട്ടിൽ ഒരു ദിവസം നിൽക്കണമെന്നുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് 35 ദിവസം, ഒരു മാസം 5 ദിവസം ഞാൻ നിന്നു. അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള മറുപടി. അപ്പൊ നെഗറ്റീവ് പറഞ്ഞവരുടെ വായടപ്പിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പൊ രേണു ഇപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നെഗറ്റീവ് പറഞ്ഞവരല്ലേ വിജയിച്ചത്. രേണുവിനെ കൊണ്ട് ഇതൊന്നും പറ്റൂല, അതിനുള്ള കഴിവില്ലെന്ന് രേണു തന്നെ ഇപ്പൊ തെളിയിച്ച പോലെ ആയില്ലേ. സംഭവം ഒന്നുമല്ല, പുള്ളിക്കാരത്ത് വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല ബിഗ് ബോസ് ഹൗസിലെ ജീവിതം. കാവടി തുള്ളി പോയതാണ് എന്തോ മറിക്കാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നടന്നില്ല. അതിന്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് റിലേ അടിച്ചുപോയി. അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും രേണു പുറത്തിറങ്ങിയോണ്ട് നമ്മുടെ അതുലിനൊക്കെ സന്തോഷമായി കാണും. അതുലിന് ഇപ്പോഴാ ജീവൻ വീണെന്ന് തോന്നുന്നു. അതിന് ഇനി ഒരു പൊളി പൊളിക്കും. ചേച്ചി പെട്ടെന്ന് അടുത്ത റീൽ ഷൂട്ടിനൊക്കെ പോകണം കേട്ടോ. ചേച്ചി നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ റീൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി പുട്ടിയൊക്കെ ചുരണ്ടി ഇളക്കി അവിടെ ഇവിടെ പോയി 4 വർത്താനമൊക്കെ പറഞ്ഞ് സഹായിച്ചവർക്കൊക്കെ ആട്ടും സൂപ്പും കൊടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുക. ഇതാണ് ലൈം ലൈറ്റ് നിൽക്കുന്നത്. ചേച്ചിക്ക് അതൊക്കെ പറ്റത്തുള്ളൂ, അല്ലാതെ ബിഗ് ബോസ് ഒന്നും പറ്റൂല. നമുക്ക് പറഞ്ഞ പണിയല്ല തോന്നുന്നു. മനസ്സിലായി? ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. ഈ രീതിയിൽ അങ്ങ് പോയാൽ പോരായിരുന്നു. എന്താണെങ്കിലും പോട്ട്. ഒരു മാസത്തേക്ക് ചേച്ചിയെ എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ട്. ഇനി സമയമുണ്ടല്ലോ, സെറ്റ് ആയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെയായിരുന്നു ഗൈസ് ബിഗ് ബോസിന് ഔട്ട്സൈഡ് നടന്ന കാര്യങ്ങൾ. കൂടുതലൊന്നും പറയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.